ചേട്ടാ അരക്കിലോ കുറച്ചേട്ടാ അങ്ങനെ. ഓ ബേസിലാണ് ഇപ്പൊ ഈ മസിലൊക്കെ വെച്ചോണ്ട് ഇപ്പൊ നേരത്തെ ഫോൺ യൂസ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്, സ്റ്റൈലൊക്കെ മാറിയല്ലോ. മസിലൊരു ഭാരമായിരുന്നു ബേസിലേട്ടാ. അത് ഈ അമിതമായ സ്റ്റിറോയിഡ് നല്ല വർക്കൗട്ട് ഒക്കെ ആയിരുന്നോ? പിന്നെ വർക്കൗട്ട് കുറച്ച്, പക്ഷെ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ കുടൽ മുറിച്ച് മാറ്റി ചെറിയൊരു പീസുള്ളൂ, ഇത്രേ ഉള്ളൂ. വണ്ണം കുറയ്ക്കാൻ വരെ വഴി വേണ്ടേ? എക്സ്ട്രീം മെഷേഴ്സിലേക്ക് പോയി. അത് വിദേശത്ത് നിന്നാണ് സ്റ്റിറോയിഡുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പൊ ബേസിലേട്ടൻ അല്ലെങ്കിൽ ടോയ്ച്ചേട്ടൻ, ഷാനിക്ക, നിങ്ങൾ മൂന്നുപേര് ഇരിക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഗോദ ആൻഡ് മിന്നൽ മുരളി. നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തത് ഈ 2 സിനിമകളായിരുന്നു അല്ലേ? റിയൂണിയൻ നന്നായി വേറെ ആരും ഇല്ല, നമുക്ക് നമ്മുടെ റിയൂണിയൻ എക്സ്ക്ലൂസീവായി. ഷാനിക്ക, അപ്പൊ അതിലെ ആ 2 സിനിമയിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. ആൻഡ് അതിന് വലിയൊരു കയ്യടി, സൂപ്പർ സോങ്സ് നമുക്ക് തന്നതിന്. അപ്പോൾ ഡയറക്ടർക്ക് വേണ്ടതൊക്കെ എങ്ങനെയായിരുന്നു? ചോദിച്ചു എനിക്ക് ഇന്ന പാട്ട് വേണം, അങ്ങനത്തെ സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡയറക്ടർ സൈഡിൽ നിന്ന്? എന്തായിരുന്നു? അതായത് ഇപ്പം ഗോദയുടെ സമയത്താണെങ്കിൽ ആ സമയത്ത് ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് അടികപ്പ്യാരെ കൂട്ടമണിയുടെ മിക്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് പിന്നെ അതിന്റെ ഡയറക്ടർ ജോൺ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സൈഡിലിരിക്കുന്നു, തൊട്ട് പുറകിൽ നീയും ദിബിൽ, ബേസിലും ദിബിലും കൂടിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് ഈ കഥ പറയാൻ വേണ്ടിയിട്ട് വന്നത്. എന്നിട്ട് നമ്മളെന്നിട്ട് ട്രിവാൻഡ്രം സൗത്ത് പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് അന്ന് നമ്മൾ താമസിച്ചത്. അപ്പം ഇവരവിടെ വന്നിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത്. അപ്പം ബേസി എന്നോട് പറഞ്ഞിങ്ങനെ, ഇതിൽ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് മോഡേൺ വേഷമിട്ട ഒരു പെൺകുട്ടി ഒരു നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാൽക്കാരനായാലും ശരി, പത്രക്കാരനായാലും ശരി,